ത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം, ആർക്കാണ് യഹോവയാം ദൈവം നല്ലവൻ എന്ന് നമുക്ക് നോക്കാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വചനത്തിൽ പറയുകയാണ്, തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ. അപ്പോൾ ആർക്കാണ് ദൈവം നല്ലവൻ? ഒന്നാമത് കാത്തിരിക്കുന്നവർക്ക്, യഹോവയാം ദൈവത്തിനായി കാത്തിരിക്കുന്നവർക്ക്. രണ്ടാമത് പറയാണ് തന്നെ അന്വേഷിക്കുന്നവർക്ക്, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം യഹോവയാം ദൈവം നല്ലവനാണ്. മൂന്നാമത് പറയാണ്, 3:26 പറയാണ്, യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത്. അപ്പോൾ രക്ഷയ്ക്കായിട്ട് എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ടും ലഭിച്ചില്ല എങ്കിലും എൻ്റെ ദൈവം എനിക്ക് തരും എന്നുള്ള ആ കാത്തിരിപ്പ് നമുക്കുണ്ടെങ്കിൽ അവൻ നമുക്ക് നല്ലവനായിരിക്കും. നാലാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന 3:24 പറയാണ്, യഹോവയെ തൻ്റെ ഓഹരി എന്ന് ഉള്ളം കൊണ്ട് പറയുന്നവർക്ക്. അപ്പം നമ്മുടെ ഉള്ളം ദൈവം എൻ്റെ ഓഹരിയാണ്, ദൈവം എൻ്റെ സമ്പത്താണ്, എനിക്ക് ഒന്നും ഭവിക്കുകയില്ല, ദൈവം എന്നെ രക്ഷിക്കും. ഇത് എപ്പോഴും നമ്മുടെ ഉള്ളത്തിൽ പറയുന്നവർക്ക് ദൈവം നല്ലവനായിരിക്കും. പിന്നെയും പറയാണ്, അഞ്ചാമതായിട്ട് പറയുന്നു 3:24 പറയാണ്, യഹോവയിൽ പ്രത്യാശ വയ്ക്കുന്നവർക്ക് യഹോവയാം ദൈവം നല്ലവനാണ്. നമുക്കും ദൈവത്തിൽ പ്രത്യാശ വെച്ച് നമ്മുടെ ഉള്ള എപ്പോഴും ദൈവം എൻ്റെ ഓഹരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിനായി കാത്തിരുന്ന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. നമ്മുടെ ദൈവം നല്ലവനായി എന്നും നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.